welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. എല്ലാവർക്കും സേമിയ കൊണ്ട് പായസം വെക്കാൻ അറിയാലോ. സേമിയ പായസം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് സേമിയ കൊണ്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഡ്രൈ നട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം, പിസ്ത, കാഷ്യൂ നട്ട്, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ആവണം. റോസ്റ്റ് ആയിട്ടാകുമ്പോൾ നമുക്ക് ഇതിന് വെച്ചിട്ട് നമുക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കണം. അപ്പം നട്ട്സ് റോസ്റ്റ് ആയപ്പോൾ ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഈ സേമിയ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യിൽ. സേമിയ നന്നായിട്ട് നെയ്യിൽ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ തിളപ്പിച്ച ഒരു 1/2 ലിറ്റർ പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 500 ml പാലാണ്. അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഈ സേമിയ ഒന്ന് നന്നായി ഈ പാലിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ സേമിയ ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇവിടുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ചേർക്കേണ്ട കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ആ കസ്റ്റാർഡ് പൗഡർ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലോട്ട് ഇടുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിനകത്തോട്ട് കുറച്ച് തണുത്ത പാലൊഴിക്കുന്നുണ്ട്. ചൂടുള്ള പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ കട്ടയായി പോകും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാനിതിവിടെ കട്ടയൊന്നും ഇല്ലാണ്ട് കണ്ടില്ലേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സേമിയോ വെന്തിട്ടാകുമ്പോൾ അതിനകത്തോട്ട് ഒഴിക്കാനുള്ളതാണ്. ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഷുഗർ നമുക്ക് ഷുഗർ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം. ഇതിട്ടിട്ട് ഞാൻ നോക്കട്ടെ എത്രയുണ്ടെന്ന്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമ്മളിങ്ങനെ 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സേമിയ ഒരു 7 മിനിറ്റായി. സേമിയ വെന്തിട്ടുണ്ട്. പഞ്ചസാര ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്തു. ഞാൻ ഇതിനകത്തോട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കണം അല്ലേ, കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. അപ്പോൾ സേമിയ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതൊരു 3 hours ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൂട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് 3 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം 3 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് ഡ്രൈ നട്ട്സ് ആഡ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പോമഗ്രാനൈറ്റ് ആണ്. ഇനി അതിനകത്തോട്ട് കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് പച്ചമുന്തിരി, പിന്നെ കുറച്ച് ചെറുപഴമാണ് ഇത് എടുത്തേക്കുന്നത്. കുറച്ച് ചെറുപഴം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.